നോക്ക്, ഇതുപോലൊരു സന്ദർഭം ഇതിനു മുൻപ് ഉണ്ടാക്കി. അന്ന് ഞാൻ മുന്നറിയിപ്പ് തന്നപ്പോ എല്ലാവരും ചിരിച്ചു തള്ളി. പിന്നീട് ഉണ്ടായത് എന്താണെന്ന് അറിയാലോ. വാശി കാണിക്കാനുള്ള സമയമല്ലത്, തിരിച്ചറിവായ്പ വേണ്ടത്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ദേവികെ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറിപ്പോണം. തൽക്കാലത്തേക്കെങ്കിലും. തൽക്കാലത്തേക്കെന്നല്ല, ഒരു കാലത്തേക്കും ദേവി ഇവിടുന്ന് മാറാൻ പോകുന്നില്ല. എന്നുവച്ചാ മീര അങ്ങ് മരിക്കട്ടെന്നോ? അവള് മരിക്കണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങളുടെ ജീവിതം ഒരു ഭീഷണിക്ക് മുന്നിലും ഇനി അടിയറ വെക്കില്ല. അവളിവിടെ വന്നൊരു പ്രകടനം നടത്തിയപ്പോ ഞാൻ മിണ്ടാതെ നിന്നത് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചോണ്ടാ. അവള് മരിക്കുന്നെങ്കിലേ അത് അവളുടെ ഇഷ്ടം. മര്യാദയോടെ സംസാരിക്കടാ. ആരാ മര്യാദയില്ലാത്ത പ്രവൃത്തി കാണിച്ചേ? എന്റെ കല്യാണക്കാരെ അറിയിച്ച് അവള് വീഡിയോ ഇട്ടേക്കുന്നു. അത് മര്യാദയാണെങ്കിലേ ഇത് മര്യാദ തന്നെയാ. ഞാനും ഇടാൻ പോവാ വീഡിയോ. സിദ്ധു, ഇത് തീക്കളിയാ. നന്ദനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇതോടെ ഈ കുടുംബം തകരും. സിദ്ധു, ശബ്ദം ഉണ്ടാക്കരുത്. കാര്യങ്ങളൊക്കെ ഇതുവരെ കൊണ്ടെത്തിച്ചത് താനാ. പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടുത്തെ സമാധാനം കളയുന്നത് താൻ മാത്രമാ. ഞാൻ എന്ത് ചെയ്തിട്ടാ ഇപ്പോ? ദേവികയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച സാധ്യമല്ല. ദേവിക എവിടെയും പോവില്ല. ഇവിടുത്തെ കുട്ടി അവള്. എന്റെ മോള. അപ്പോ മീര ആരുമല്ലെന്ന്. ശരി, നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ. അച്ഛാ, ഞാൻ മീര ഒന്ന് വിളിക്കട്ടെ.